നമസ്കാരം. മുഖ്യമന്ത്രി കസേര നോട്ടം വിട്ടിരിക്കുന്ന റിയാസിന് കേന്ദ്രത്തോട് 2000 കോടി ചോദിക്കാൻ ആരാണ് അധികാരം കൊടുത്തതെന്ന് PC ജോർജ് മുഖത്തടിച്ചുകൊണ്ട് ചോദിച്ചു. മുഖ്യമന്ത്രിയാണ് അത് ചോദിക്കേണ്ടത്, അല്ലാതെ മരുമകനല്ല. മരുമകനൊക്കെ അങ്ങ് വീട്ടിൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാവേശത്തിൽ കയറി 2000 കോടി ചോദിച്ച മുഹമ്മദ് റിയാസും ഇപ്പോൾ കയ്യിന്ന് പോയ സ്ഥിതിയാണ്. അമ്മായിയച്ഛന്റെ കസേരയ്ക്ക് കാവലിരുന്ന് ആ കസേര അടിച്ചു മാറ്റാനുള്ള ചെപ്പടി വിദ്യയൊക്കെ അദ്ദേഹത്തിനും ഇപ്പോൾ അറിയാം. ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന വയനാട്ടിലെ ജനങ്ങളെ വെച്ച് വിലപേശുന്ന നയമാണ് ഇപ്പോൾ പിണറായി വിജയനും മരുമകൻ റിയാസും ചെയ്യുന്നതെന്നാണ് ജനപക്ഷ നേതാവ് PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യനെയും മരുമകനെയും കണക്കിന് തെറി വിളിച്ചുകൊണ്ടാണ് PC ജോർജ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 2000 കോടി അത് അവന് പുട്ടടിക്കാനാണെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നതിന് മുൻപേ കയറി കേന്ദ്രത്തോട് 2000 കോടി ചോദിക്കാൻ ഇവൻ ആരാണ് എന്നാണ് PC ജോർജ് ചോദിച്ചത്. എല്ലാം കള്ളന്മാരാണ്. വയനാട് ദുരന്തം CPM-നെ കാശടിക്കാനുള്ള മറ്റൊരു മാർഗമാക്കി കാണുകയാണ്. മരുമകനെ കോടികൾ അക്കൗണ്ടിൽ കിട്ടണം. മുഖ്യമന്ത്രി വാ പൊളിച്ചിരുന്നു. പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് PC ജോർജ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ദുരന്തം നടന്നതിന്റെ ദണ്ണമല്ല, ആ പാവങ്ങളെ വെച്ചും കച്ചവടം നടത്തുകയാണ് ഈ സർക്കാരെന്നാണ് ഇപ്പോൾ PC ജോർജ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ PC ജോർജ് പച്ചത്തെറി വിളിച്ചിരിക്കുന്നു എന്ന് പറയാം. വയനാടിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യുമെന്നായിരുന്നു റിയാസിന്റെ പ്രഖ്യാപനം. ഈ സർക്കാർ അവർക്കൊപ്പം ഉണ്ടെന്നും റിയാസ് പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പക്ഷേ തലയിരിക്കുമ്പോൾ വാലാട്ടുന്നത് അത്ര ശരിയല്ല എന്നാണ് PC ജോർജ് പറഞ്ഞു വെച്ചത്. 4 ഘട്ടങ്ങളിലായാണ് പുനരധിവാസം തീരുമാനിച്ചിട്ടുള്ളത്. ബന്ധുവീട്ടിൽ പോകാൻ താല്പര്യമുള്ളവർ, സ്വന്തം നിലയിൽ വാടക വീട്ടിലേക്ക് മാറുന്നവർ, സ്പോൺസർഷിപ്പിന്റെ ഭാഗമായി വാടക വീട്ടിലേക്ക് മാറുന്നവർ, സർക്കാർ സംവിധാനങ്ങളിലെ വാടക വീടുകൾ എന്നിങ്ങനെയാണ് ഇത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി അറിയാൻ 18 അംഗ സംഘത്തിന്റെ വിശദമായ സർവേ നടക്കുന്നുണ്ടെന്നും മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടെയാണ് 2000 കോടി കേന്ദ്രത്തോട് ചോദിച്ചത് ഇപ്പോൾ വലിയ വിവാദമായത്. ടൗൺഷിപ്പിന് വേണ്ടിയുള്ള സ്ഥലത്തിനായുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. മറ്റെല്ലാവരുമായും കൂടിയാലോചിച്ചുകൊണ്ടാണ് തീരുമാനമെടുക്കുകയെന്നും എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുകയെന്നും മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു. അതേസമയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ കണക്കുകളും പ്രത്യേക വില്ലേജ് മാതൃകയിലുള്ള പുനരധിവാസ പദ്ധതിയും ഉൾപ്പെടുത്തി കേരളം തയ്യാറാക്കുന്ന മെമ്മോറാണ്ടം 10 ദിവസത്തിനകം കേന്ദ്രത്തിന് കൈമാറണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതോടെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ കേരളവും നടത്തുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വേഗം തന്നെ തയ്യാറാക്കി സമർപ്പിക്കാൻ തദ്ദേശ റവന്യൂ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രം. കാര്യമായ കേന്ദ്ര സഹായം കൂടാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നാശനഷ്ട കണക്കുകളും പുനരധിവാസ പാക്കേജിലെ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മെമ്മോറാണ്ടം തയ്യാറാക്കാനുള്ള നടപടി വേഗത്തിലാക്കിയിരിക്കുന്നത്. വയനാട് കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ, തദ്ദേശ സ്ഥാപന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന തലത്തിൽ വിവിധ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറി ക്രോഡീകരിക്കും. തുടർന്ന് മന്ത്രിസഭയുടെ അനുമതിയോടെ കേന്ദ്രത്തിന് ഇത് കൈമാറും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുൻപ് കേന്ദ്ര സംഘം കൂടി വയനാട്ടിലെത്തി സാഹചര്യങ്ങളും സ്ഥിതിഗതികളും ഒക്കെ വിലയിരുത്തിയ സാഹചര്യത്തിൽ പുനരധിവാസ പാക്കേജ് അനുവദിക്കാൻ കൂടുതൽ ചുവപ്പ് നാടയുടെ കുരുക്കുണ്ടാകില്ലെന്നാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിലയിരുത്തൽ. കേന്ദ്രത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകും. പ്രധാനമന്ത്രി വന്നതുകൊണ്ട് തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നത്.